ഇതൊരു ലോ ബഡ്ജറ്റ് വീടാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ആ രീതിയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്തിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഫുള്ളായിട്ട് ഇഷ്ടികയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കിതിനകത്തുള്ള മെറ്റീരിയൽസിൻ്റെ ബ്രാൻഡ് ക്വാളിറ്റി ആ രീതിയിലുള്ള ഒരു പ്രീമിയം ലെവലിലേക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആ രീതിയിലുള്ള പ്രൈസും ഈ പ്രോപ്പർട്ടിക്ക് കോട്ട് ചെയ്യുന്നുണ്ടാവും. ഞാനെന്നുള്ളത് തിരുവനന്തപുരം കാര്യവട്ടത്തിന് സമീപമാണ്. കാര്യവട്ടത്ത് നിന്ന് വരുമ്പോൾ പുല്ലാന്നിവിള ജംഗ്ഷനിൽ നിന്ന് നരിക്കിലേക്ക് തിരിയുമ്പം തന്നെ വീണ്ടും ലെഫ്റ്റിലേക്ക് റോഡ് കാണാം. ചർച്ച് റോഡ് എന്ന് പറഞ്ഞ് നോക്കുന്ന റോഡ് കാണാം. ആ റോഡ് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ വന്നു കഴിയുമ്പം തന്നെ ടെക് ലൈൻ എന്ന് പറഞ്ഞ് നോക്കുന്ന റോഡ് കാണാം. ഇതാ ആ ലൈനാണ് കേട്ടോ ഇത്. അതായത് ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് ഏകദേശം 5 മീറ്റർ വിട്ടിലാണ് നമുക്കിതിനകത്തുള്ള റോഡ് ഫോം ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഒരു 9 വില്ലകൾ അടങ്ങുന്ന ഒരു വില്ല പ്രോജക്റ്റ് ആയിട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നിലവിൽ നമുക്ക് 2 വീടുകളുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു വീട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാ മേളിൽ കാണുന്ന ആ ഒരു വീടിൻ്റെയും വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അടുത്ത വീടുകളുടെ പണി നടക്കുന്നതാണ്. നമുക്ക് ഈ വീട് വന്നിട്ട് ഫുള്ളായിട്ട് ഇഷ്ടികയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എല്ലാം പ്രീമിയം ബ്രാൻഡഡ് മെറ്റീരിയൽസിലും ആ ഒരു ക്വാളിറ്റിയിൽ ഇപ്പോൾ ഒത്തിരിയധികം പേര് നമുക്ക് നല്ല ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവരെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. നമുക്ക് ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ടോട്ടലായിട്ട് 5.5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വന്നിട്ടുള്ളത്. ഇതാ മുറ്റമൊക്കെ നോക്കി ഫുള്ളായിട്ട് കരിങ്കല്ലാണ് നമുക്ക് പാവിയിട്ടുള്ളത്. ഇതാ ഇവിടെയായിട്ട് കവേർഡ് ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് കാണാം. നമുക്ക് ഈ വീടിൻ്റെ സൈഡിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വീണ്ടും നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ശരിക്കും 2 വണ്ടികൾ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു സ്പേസിലോട്ട് കയറ്റി പാർക്ക് ചെയ്യാം കേട്ടോ. അതുപോകെ നമുക്ക് മുൻവശത്തേക്കും സ്ഥലം കിട്ടുന്നുണ്ട്. ഇതാ ഇവിടെ നോക്കി ബാക്ക് ടു ബാക്കായിട്ട് അടുത്തൊരു 2 വണ്ടികൾ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന സ്പേസ് ഉണ്ട്. നമുക്കിതാ ഈ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ റൂഫ് ചെയ്തിരിക്കുന്നത് നമുക്ക് വർക്ക് ഏരിയയ്ക്ക് കൺവേർട്ട് ചെയ്യും കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വർക്ക് പെൻഡിങ് ഉണ്ട്. അതിൻ്റെയും വർക്ക് ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5.5 സെൻറ്റ് സ്ഥലമുള്ളതുകൊണ്ട് തന്നെ വീടിന് ചുറ്റും നമുക്കിങ്ങനെ ഇറങ്ങി നടന്ന് അത്യാവശ്യം ഇങ്ങനെ ഒരു കൺജഷൻ ഫീൽ നിങ്ങൾക്ക് വരത്തില്ല കേട്ടോ. ആ രീതിയിലാണ് വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണ്. ഈ സൈഡ് വരേക്കും നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ എല്ലായിടത്തും നമുക്കിതാ ഈ കരിങ്കല്ലുള്ള ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട്. നമുക്കിവിടെ കുറച്ചൊക്കെ ഗാർഡനുള്ള സ്പേസും ഒക്കെ അവിടെ ആയിട്ട് വിട്ടിരിക്കുന്നതായിട്ട് കാണാം. നമുക്ക് വെള്ളത്തിനായിട്ട് കിണറും ഉണ്ട്. നല്ല വെള്ളമാണ്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ നമുക്ക് പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ്. നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. മുൻവശത്തുള്ള ഈ കട്ടളയും വാതിലും എല്ലാം വരുന്നത് പ്ലാവാണ്. അതുപോലെ തന്നെ മേളിൽ ബാൽക്കണി സ്പേസും, അതായത് മുൻവശത്ത് വരുന്ന വർക്കുകളെല്ലാം പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ കയറി വരുന്നത് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ലിവിങ് സ്പേസ്. ഇവിടെ ഫുള്ളായിട്ട് ഇതാ ഈ രീതിയിൽ പ്രൊഫൈൽ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ TV യൂണിറ്റ് പ്ലേസ് ചെയ്യാം. ഇവിടെ നീറ്റായിട്ട് വലിയൊരു സോഫ തന്നെ ഇടാവുന്ന വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. ഇതാ ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. നമ്മുടെ ആരെങ്കിലും ഒരു ഗസ്റ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ ഒരു ബുദ്ധിമുട്ട് തോന്നത്തില്ല കേട്ടോ. ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിവിങ് സ്പേസ് ഇവിടെയാണ്, ഡൈനിങ് ഇവിടെയാണ്. അതുപോലെ ഡൈനിങ്ങിൽ ഇരുന്നിട്ടും നമുക്ക് അവിടെ TV യൂണിറ്റിലേക്കുള്ള അല്ലെങ്കിൽ TVയിലേക്കുള്ള വിസിബിലിറ്റി നീറ്റായിട്ട് കിട്ടും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-12 പേർക്കൊക്കെ ഇരിക്കാവുന്ന നീളമുള്ള ഒരു ഡൈനിങ് ടേബിൾ തന്നെ ഇടാവുന്ന സ്പേസാണ്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാഷ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. ഈ ചുമരിലെല്ലാം തന്നെ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പെയിൻറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാഷ് ബേസിൻ വന്നിട്ട് കോളറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിതിൽ ലൈറ്റൊക്കെ കത്തിക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ അടിയിലും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ് വരുന്നത്. ഇവിടെ ഒരു സീത്രൂ ആയിട്ടുള്ളൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷോ കേസ് ആയിട്ട് എന്തെങ്കിലും അലങ്കാര വസ്തുക്കൾ വേണമെങ്കിൽ വെച്ച് കഴിഞ്ഞാലും നീറ്റായിരിക്കും. ഇവിടെയും ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൗണ്ടർ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. കിച്ചണിനകത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്കത് ലാമിനേറ്റ് ചെയ്ത് പ്ലൈവുഡിൽ ലാമിനേറ്റ് ചെയ്ത വർക്കാണ്. ഇത് അക്രലിക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പുതിയ മെറ്റീരിയലാണ് ഈ ലാമിനേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ചെറിയൊരു തിളക്കം നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കാണാം. അടിയിലേക്കെല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് ഒത്തിരിയധികം കാണാൻ സാധിക്കും. ഇതെല്ലാം തന്നെ വാറൻ്റി ഉള്ള മെറ്റീരിയലാണ്. നല്ല പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസാണ് നമുക്കിതിനകത്ത് ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ്. ഇതിനി അടച്ചെടുക്കുന്നുണ്ടാവുമേ. അടച്ചെടുത്തതിന് ശേഷം ഈ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടെ നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ഇത് അത് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഫുള്ളായിട്ട് വർക്ക് ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരും. നമുക്ക് ടോട്ടലായിട്ട് 4 ബെഡ്റൂംസ് ആണ്. 4 അല്ല, ശരിക്കും പറഞ്ഞാൽ 5 ബെഡ്റൂമുണ്ട്. ഒരു റൂം നമുക്ക് ബെഡ്റൂമായിട്ടോ അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്പേസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുണ്ട്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. എല്ലാ റൂമുകളിലും നമുക്കിതുപോലുള്ള ടെക്സ്ചർ വർക്ക് പെയിൻറ്റിൽ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. നമുക്കിത് ആ വലിയ പാളിയിൽ
കബോർഡ്. 2 പാളി എന്ന് നോക്കണ്ട, സാധാരണഗതിയിൽ 3 പാളിയായിട്ട് ചെയ്യുന്നതിന് പകരം വലിയ പാളിയിൽ അങ്ങനെ ഒരു 2 പാളിയിലെ കബോർഡാണ് നമുക്കിതിനകത്ത് ഒരുക്കിയിട്ടുള്ളത്. അകത്ത് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് ഉള്ള വലിയൊരു കബോർഡാണ്. അതിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ബാത്റൂമിനകത്ത് ഫിറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഷ് ബേസിൻ വന്നിട്ട് സെറയാണ്, അതുപോലെ തന്നെ ജാഗ്വാർ, ഗ്രോഹെ തുടങ്ങിയ ഫിറ്റിങ്സ് ആണ് നമുക്കിതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആ ഒരു വെറ്റേരിയും ഇതും തമ്മിലൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ഗ്ലാസ് ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇങ്ങോട്ടേക്കൊന്നും തെറിക്കത്തില്ല കേട്ടോ. ഈ രീതിയിൽ എല്ലാം തന്നെ പ്രീമിയം ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ്. നമുക്കിതിനകത്ത് ഫ്ലഷ് യൂണിറ്റ് അല്ല ഇതിനകത്താണ് ഇരിക്കുന്നത് കേട്ടോ. അത് വന്നിട്ട് ഗ്രോഹയുടെ ഫിറ്റിങ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂം തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 പാളിയിൽ ഒരു കബോർഡ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ റെഡിയാക്കിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ഗ്രോഹയുടെ ഫിറ്റിങ്സ് ഒക്കെയാണ്. ഷവർ യൂണിറ്റ് ഒക്കെ നോക്കി, അതിൻ്റെ ഡൈവേർട്ടറും അതെല്ലാം തന്നെ ഗ്രോഹയുടെ പൈപ്പ് ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ്. നമുക്കിതെല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ആകുമ്പോഴത്തേക്കും അത് അത്രത്തോളം ഈട് നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ ചില വീടുകളിലൊക്കെ നമ്മൾ ഈ സാനിറ്ററി വെയേഴ്സിലൊക്കെ നമുക്ക് ഒരു 2-3 വർഷം കഴിയുമ്പോൾ തന്നെ അതിനകത്ത് പല രീതിയിലുള്ള വർക്കുകൾ വരും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതാണെങ്കിൽ ബ്രാൻഡഡ് ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരത്തില്ല. നമ്മുടെ ബെഡ്റൂമിനകത്ത് നോക്കി ഈ രീതിയിൽ നീറ്റായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ, അതായത് സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അതിനകത്തേക്കുള്ള ആംബിയൻസ് ലൈറ്റിംഗ് ഉണ്ട്, അകത്തേക്കാണ് കൊടുത്തിട്ടുള്ളത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു കളറാണ്. നമുക്ക് കണ്ണ് അടിച്ചു പോകുന്ന കളറല്ല, വളരെ പ്രീമിയം രീതിയിൽ ഒരു പീസ്ഫുൾ കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ വരുമ്പോഴത്തേക്കും സെൻസർ തെളിഞ്ഞുണ്ടോ, നമ്മൾ ആൾ വരുമ്പോഴത്തേക്കും ഇതിനകത്തെ ലൈറ്റിംഗ് വരുന്നുണ്ടാവും. ഇത് സെൻസറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് രാത്രിയൊക്കെ എണീറ്റ് നടന്നു വരുമ്പോഴത്തേക്കും അതൊരു ബുദ്ധിമുട്ട് വരത്തില്ല. ആൾ വരുമ്പം തന്നെ ഡിറ്റക്ട് ചെയ്ത് ലൈറ്റ് ഓൺ ആവുന്നുണ്ടാവും. സാധാരണഗതിയിൽ നമ്മൾ ഈ സ്റ്റെയറിൻ്റെ സൈഡിൽ ഈ ഒരു ഡബിൾ ഹൈറ്റിൽ വരുന്നൊരു ചുമരുണ്ടാവും. ആ ചുമര് അങ്ങനെ ഹൈറ്റിൽ വിടാറാണ് പതിവ്. ഇത് നോക്കിയേ, ആ ചുമരിൽ തന്നെ നമുക്കൊരു പാർട്ടിഷൻ കണക്ക് അല്ലെങ്കിൽ ഇതാ ഈ രീതിയിലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതാ ഇവിടെ നോക്കി, ഇവിടെ ഗ്ലാസ് ചെയ്ത് ഇവിടെ ചെറിയൊരു ബാൽക്കണി കണക്ക് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പേസ് നമുക്ക് സാധാരണ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് അതൊന്നും ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഗ്ലാസ് വന്നിട്ട് ടഫൻ ഗ്ലാസ് ആണ് കേട്ടോ. അതായത് 12 mm ടഫൻ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ബീഡിങ് ചെയ്തിരിക്കുന്നത് ഫുള്ളായിട്ട് ടീക്കൂഡിലാണ് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, ഇതാ ഇവിടെയും ഇതിൻ്റെ പുറത്തുമായിട്ട് ടീക്കൂഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആരൊക്കെ ഈ വാതിലൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ മഴ നനയുന്ന സ്ഥലത്തൊക്കെ വുഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗലടിക്കൂലെന്ന് ചോദിക്കും. അതുപോലെ ബാത്റൂം ഡോസ് നമുക്ക് ടീക്കൂഡിൽ ചെയ്താൽ നിൽക്കുമെന്നൊക്കെ ചോദിക്കും കേട്ടോ. എത്ര വർഷമായാലും ഇതൊന്നും പറ്റാൻ പോകുന്നില്ല കേട്ടോ. ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ തടിയാകുമ്പോൾ വെള്ളം നനയുമ്പോൾ ഫംഗൽ വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ടീക്കൂഡിലൊക്കെ ഉള്ള സാധനം നമുക്ക് ഇതുപോലെ പുറത്ത് കിടന്നാലും ഒന്നും ശരിക്കും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ മേളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ വലിയൊരു ലിവിങ് സ്പേസ് കാണാം. ഇവിടെ എല്ലാം തന്നെ നീറ്റായിട്ടുള്ള ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ചുമരിൽ അതായത് സീലിംഗ് ഫുള്ളായിട്ട് ഈ രീതിയിലുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ്, അതായത് LED സ്ട്രിപ്പ് വെച്ചിട്ടുള്ള ലൈറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ 3 ബെഡ്റൂംസ് കാണാൻ സാധിക്കും. അതിൽ ഈ ഒരു റൂം ആദ്യം കാണിച്ചിട്ട് അങ്ങോട്ട് പോകാം. ഇത് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബെഡ്റൂമായിട്ടോ അല്ലെങ്കിൽ ഹോം തിയേറ്റർ ആയിട്ടോ ഏത് രീതിയിൽ നിങ്ങളൊരു ഓഫീസ് പർപ്പസിന് വേണമെന്നുണ്ടെങ്കിലോ ഒക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇവിടെ നിന്ന് നമ്മുടെ ടെറസിലേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്ലേസ് ഇതാ ഈ ഒരു സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് അതിൻ്റെ ഇന്നും ഔട്ടും എല്ലാം അതിൻ്റെ പ്ലഗ് പോയിന്റും എല്ലാം ആയിട്ട് ഈ ഒരു പോയിന്റ് ഒരുക്കിയിട്ടുണ്ട്. ഇതാ ഇവിടെയായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. നമ്മൾ താഴെ കണ്ട സെയിം ലേഔട്ടിലുള്ള ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ ആ ഒരു ലേഔട്ടാണ്. നമുക്കിതിനകത്ത് സീലിങ്ങിലെല്ലാം നീറ്റായിട്ടുള്ള വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതാ 2 പാളിയിലൊരു കബോർഡ്, ഡ്രസ്സിംഗ് ടേബിള്. നമുക്ക് താഴെ കണ്ട സിമിലർ ലേഔട്ടിലുള്ള ഒരു ബാത്റൂമാണ് കേട്ടോ. മെറ്റീരിയൽസ് എല്ലാം സിമിലർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഗ്ലാസ് പാർട്ടീഷൻ മാത്രമാണ് നമുക്കിതിൽ മിസ്സിങ് താഴെ കണ്ടതിൽ. ബാക്കി എല്ലാം തന്നെ സിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട അതേ ലേഔട്ടിൽ തന്നെയാണ് നമ്മുടെ മേളിലത്തെ 2ാമത്തെ ഒരു ബെഡ്റൂമാണ്. സീലിംഗിൽ നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് ആംബിയൻസ് ലൈറ്റിംഗ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ 2 പാളിയിലൊരു കബോർഡ് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ഇതിനകത്ത് നമുക്ക് ഡൈവേർട്ടറൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ.
ഇത് നമ്മുടെ അടുത്തൊരു ബാൽക്കണി സ്പേസ് ആണ്. നേരത്തെ അടുത്തൊരു ബാൽക്കണി സ്പേസ് എന്ന് പറയാൻ കാരണം നമ്മൾ ആ ലാൻഡിങ്ങിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ഗ്ലാസ് പാർട്ടീഷൻ വെച്ചിട്ടുള്ള ചെറിയൊരു ബാൽക്കണി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ വലിയൊരു ബാൽക്കണി സ്പേസ് ആണ്. നോക്കി, ഇവിടെ എല്ലായിടത്തും സീലിംഗ് ചെയ്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കസേരയൊക്കെ ഇട്ട് നമുക്കൊരു ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ, നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. ഈ ഒരു ചുമരിൽ നോക്കി നമുക്കിങ്ങനെ ക്ലാഡിങ് ടൈൽ ഒട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ താഴത്തെ കാർ പോർസിലും ഈ സിമിലർ ആയിട്ടുള്ളൊരു ക്ലാഡിങ് ടൈൽ കൊടുത്തിട്ടുണ്ട്. അതിനിവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേളിലേക്കും താഴേക്കും ലൈറ്റ് വരുമായിരുന്നു. ഈ രീതിയിൽ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല കാറ്റാണ്, നല്ല ഉയർന്ന സ്ഥലമാണ്. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ മേളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേഡിയം ഒക്കെ കാണാൻ പറ്റും. കാരണം നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് ഗേറ്റിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. LNCP അവിടെ നിന്നൊക്കെ ഈസിലി എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. നമുക്കിവിടെ നിന്ന് ടെക്നോ പാർക്കിൻ്റെ അവിടേക്ക്, അതായത് ബാക്ക് ഗേറ്റിൽ കാര്യവട്ടത്തിൻ്റെ അവിടേക്കാണെങ്കിൽ ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. കഴക്കൂട്ടമാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഈസിലി പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കഴക്കൂട്ടം. ഇത് നമ്മുടെ ടെറസിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ചുറ്റുമുള്ള വീടുകളൊക്കെ നോക്കി, ഒത്തിരിയധികം വീടുകളെല്ലാം ഉള്ള ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേഡിയം കാണാം. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് ഇത് തൊട്ടടുത്തായിട്ട് കാണുന്നത്. അതുപോലെ അവിടെയായിട്ട് നമുക്ക് കടലൊക്കെ കാണാം കേട്ടോ. പക്ഷേ അത് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. വീട് നിങ്ങൾ കാണാൻ വരുന്ന സമയത്ത് ടെറസിൽ കയറി നോക്കിയാൽ ഇത് നിങ്ങൾക്ക് നോക്കി നല്ല കടൽ കാണാം, നല്ല തണുത്ത കാറ്റും ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ഉച്ച സമയത്താണ് കേട്ടോ, 12 മണിയായി. പക്ഷേ നല്ലൊരു തണുത്ത കാറ്റാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. നമുക്ക് വീടിൻ്റെ ടെറസിലായിട്ട് ഒരുക്കിയിട്ടുള്ള ചെറിയൊരു ബാൽക്കണിയാണ് കേട്ടോ. ഈ ഒരു സ്പേസ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതായത് പുറത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കിത് നല്ലൊരു വിസിബിലിറ്റി തരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്തും ഇതുപോലെ ക്ലാഡിങ് ടൈലൊക്കെ ഒട്ടി ഒരു പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ടെറസിൽ നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് വാട്ടർ പ്രൂഫിംഗ് എല്ലാം ചെയ്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കഴക്കൂട്ടം ബേസ് ചെയ്ത് ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊക്കെ ക്വാളിറ്റി ഉള്ള ഒരു വീട് നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ക്വാളിറ്റി എന്ന് പറയാൻ കാരണം മിക്കവാറും ഉള്ളവർക്ക് ഈ താവൂക്ക് കെട്ടിനേക്കാളും ഇഷ്ടിക വെച്ചിട്ട് വീട് കെട്ടുന്നതിനോട് താല്പര്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ താവൂക്കിൽ കെട്ടുന്നതിനെക്കാട്ടും ഒരു 5 to 6 lakh നോർമലി അതിൽ കൂടി നിൽക്കാറുണ്ട്. പിന്നെ അത് പോയിട്ട് നമുക്കിതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് നമുക്ക് പല രീതിയിലുള്ള സാനിറ്ററി വേഴ്സ് ആയാലും വയേഴ്സ് ആയാലും എല്ലാം തന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയിൽ ചെയ്യാം. ഇനി അടുത്തൊരു മീഡിയം ക്വാളിറ്റി, അതിന് മേളിലോട്ട് ആ രീതിയിലാണ് ചെയ്യുന്നത്. നമുക്കിതിൽ മിക്കവാറും ഉള്ളതിൽ ഒരു പ്രീമിയം കൺസെപ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ രീതിയിൽ കോളർ, അതുപോലെ ഗ്രോഹെ, ജാഗ്വാർ ഇങ്ങനെയുള്ള ഫിറ്റിങ്സിലേക്ക് മാറാറുണ്ട്. അതാകുമ്പോഴത്തേക്കും പ്രൈസ് റേഞ്ച് വരുമ്പോഴത്തേക്കും മറ്റതിനെക്കാട്ട് ഒരു ഇരട്ടി വിലയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സാധാരണഗതിയിലുള്ള ബിൽഡേഴ്സ് നമുക്കൊരു മീഡിയം ലെവലിലേക്ക് നിൽക്കുന്നത്. ഇത് വന്നിട്ട് നമുക്കെല്ലാം പ്രീമിയം ലെവലിലേക്കാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 1.27 crores ആണ്. 1,27 ലക്ഷം രൂപയാണ് ഈ വീടിന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് 99 ലക്ഷം രൂപ മുതൽ മേളിലേക്കുള്ള വീടുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാൻ സാധിക്കും. അതല്ല, ഇനിയും വേക്കൻ്റ് ആയിട്ടുള്ള പ്ലോട്ടുണ്ട്. അതിനകത്ത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ വാങ്ങുമ്പോൾ വേറൊരു ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് പ്ലോട്ട് വാങ്ങിയിട്ട് നമുക്ക് ആ ഒരു രജിസ്ട്രേഷൻ ചാർജിൽ കുറേ ലാഭിക്കാം. കാരണം വീട് കൂടെ ഉള്ളപ്പം വീടിൻ്റെ കോസ്റ്റും കൂടെ നമുക്ക് അതിനകത്ത് എടുത്തിട്ടായിരിക്കും രജിസ്ട്രേഷൻ ചാർജ് വരാം. മറ്റേതെന്ന് പറഞ്ഞാൽ വീടില്ലാണ്ട് വാങ്ങുമ്പോഴത്തേക്കും പ്ലോട്ടിൻ്റെ റേറ്റ് എത്രയാണോ അതിനുള്ള രജിസ്ട്രേഷൻ ചാർജ് മാത്രം ചിലവ് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ആ രീതിയിലൊരു ബെനിഫിറ്റും ഉണ്ടാകും. താല്പര്യമുള്ളവർ എന്തായാലും ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും. ഇനി നമുക്കിതിനകത്ത് ലിമിറ്റഡ് നമ്പേഴ്സ് ഇതേ ഉള്ളൂ കേട്ടോ. ഈ പ്ലോട്ടുകളെല്ലാം ഓൾറെഡി പോയതാണ്. ഇതിനകത്ത് ഇനിയിപ്പം വീടുകളുടെ വർക്ക് നടക്കുന്നുണ്ടാവും. നമുക്ക് വീട് പണി നടക്കുന്നതിൽ ഇപ്പം നിലവിൽ നമുക്ക് ഈ വീട് തൊട്ട് മേളിൽ കാണുന്ന വീടുണ്ട്. അത് ഇതിനെക്കാട്ടും കുറച്ചുകൂടെ ചെറിയ വീടാണ്. അപ്പോൾ അത് അതിനനുസരിച്ചുള്ള റേറ്റ് കുറയുന്നുണ്ടാവും. ഈ നമ്മളിപ്പോൾ കാണിച്ച വീട് വന്നിട്ട് 1,27 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. എന്തായാലും ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്.